ട്രിവാൻഡ്രത്ത് ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീടാണ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷനായിട്ടുള്ള ഒരു കിടിലൻ വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്കൊരു 13 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഈ ഒരു സ്ഥലം വരുന്നത് മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ തച്ചോട്ടാവിന് സമീപമുള്ള മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീട്ടിലോട്ട് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ചുറ്റുപാട് തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് റോഡെല്ലാം തന്നെ നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലം വന്നിട്ട് മഞ്ചാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 3 സെൻറ്റിൽ 1480 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റാണ് നമുക്കൊരു ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, സ്ലൈഡിങ് ഗേറ്റാണ്. നമുക്കൊരു കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. നല്ല സ്പേസ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ട് തറ പോർഷൻ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഈ വീടിന് നമുക്ക് കിണറും നമുക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട്. കിണർ വീടിൻ്റെ പുറകു സൈഡിലാണ് ഇവിടെ വരുന്നത്. പൈപ്പ് കണക്ഷൻ ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ വീടിന് കിണറും പൈപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് മുറ്റവും എല്ലാം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് നോക്കി കാണാം. ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് 8x4 ഡയമെൻഷനുള്ള സിറ്റ് ഔട്ടാണ്. നമുക്ക് 2 സ്റ്റെപ്പാണ് നമുക്കിവിടെ കയറേണ്ടി വരുന്നത്. ഇനി നമുക്കിവിടെ ഒരു ഫ്രണ്ട് എൻട്രൻസ് ഡോർ ഉണ്ടോ, ഫുള്ളും തന്നെ പ്ലാവിലാണ് നമുക്ക് ഈ ഒരു ഡോറ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പാറ്റേൺ ആണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഡോർ തുറന്ന് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ലിവിങ് ഏരിയ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. 22x10 ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് സീലിങ്ങിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബോർഡ് വർക്കാണ് നമുക്ക് ഇവിടെ TV യൂണിറ്റ് വരുന്നത്. കണ്ടോ, ഇപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ. നമുക്കിവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. 17x8 ഡയമെൻഷനാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ വാൾ ആർട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ, സിങ്ക്, എല്ലാ സംഭവം വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. ഈ ഒരു കിച്ചൺ വന്നിട്ട് നമുക്ക് 12x8 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് കിട്ടുന്ന ടൈപ്പ് ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വുഡൻ ഫിനിഷാണ് നമുക്ക് വരുന്നത്. മുകളിലെല്ലാം തന്നെ ചെയ്തിട്ടുള്ള റാക്ക് ഉണ്ടോ, ഫുള്ളും തന്നെ ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിച്ചൺ എല്ലാം തന്നെ ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ധാരാളം കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ടോ, ധാരാളം വരുന്നുണ്ട്. അപ്പോൾ താഴെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സിങ്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടോ, നല്ല ഡെപ്തുള്ള സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ഇവിടെ കിണർ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടെ വെളിയിലെല്ലാം തന്നെ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ, അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. അപ്പോൾ ഇവിടെ PVC ഡോർ തന്നെയാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. അകത്തെ ടൈൽ കണ്ടോ, ഈ ഒരു പാറ്റേൺ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ, സിങ്ക്, എല്ലാ സംഭവവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി ഇനി മുകളിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റീൽ ആൻഡ് വുഡ് ഹാൻഡിൽസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. സൈഡിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. മുകളിലോട്ട് നമുക്ക് ഇവിടെ ഒരു വിൻഡോ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ ഈ ഭാഗത്തൊക്കെ ഗ്രാനൈറ്റ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ഇവിടെ ടൈൽ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മുകളിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ ഏതാണ്ട് ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് ഏരിയയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 17x12 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. അപ്പോൾ ഇത് നമുക്ക് ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്കിവിടെ സീലിങ്ങിൽ ഈ ഭാഗത്തെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമുണ്ട്. ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്ത്, ഒന്നത് എവിടെയും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചയുടെ കയറി കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 13x12 ഡയമെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. മുകളിൽ ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പെയിൻറ്റിങ് കണ്ടോ, ഇതാണ് ഇവിടുത്തെ പെയിൻറ്റിങ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ്
വെച്ചിട്ടുണ്ട്. ഇത് ഫിക്സ്ഡ് അല്ല, നമുക്ക് എവിടെ വേണോ മാറ്റി വയ്ക്കാൻ കാണുന്ന ടൈപ്പാണ് വരുന്നത്. ഒരു 3 ഡോർ ടൈപ്പാണ്, നടുക്കൊരു മിററൊക്കെ വരുന്ന ഒരു കിടിലം വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈലെല്ലാം ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഷവർ എല്ലാ കമ്പവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇത് ഇവിടെയാണ് വരുന്നത്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ് നമുക്ക് ഇവിടുത്തെ ടൈൽ വരുന്നുണ്ടോ, ഒരു ഭാഗത്ത് ഫുള്ള് ലീഫ് വരുന്നുണ്ട്. അപ്പുറത്തുണ്ട് അതേ ഒരു സെയിം ടൈപ്പ് പാറ്റേൺ തന്നെയാണ് ബാക്കി ഈ ഒരു ബാത്റൂമിനെല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നോക്കാം. ഈ ഭാഗത്താണ് ഇവിടെ ഒരു ബാൽക്കണി വരുന്നത്. അപ്പോൾ ഈ ഒരു ബാൽക്കണി നമുക്ക് 20x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നുണ്ടോ. നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 59 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമെങ്കിലും നമ്മുടെ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിനകത്തോ അല്ലെങ്കിൽ അതിന് പുറത്തോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ളതായാലും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രിവാൻഡ്രത്തുള്ള വീട് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കടന്നു വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് വരിക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.